യാൻഷിങ്ങിന്റെ സൈന്യം ഒരു ഭാഗത്ത് ലോർഡ് ഷാങ്ഷിങ്ങിനെ നേരിടുമ്പോൾ മറ്റൊരു ഭാഗത്ത് ലീയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരുടെ മറ്റൊരു സൈന്യവുമായിട്ട് ഏറ്റുമുട്ടുകയായിരുന്നു. ജനറൽ ഹേ അങ്ങനെയായിരുന്നല്ലോ അവന് നിർദ്ദേശം നൽകിയിരുന്നത്. പക്ഷേ അവൻ്റെ ഭാഗത്ത് ആളുകൾ കുറവായിരുന്നതുകൊണ്ട് അവർക്ക് വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ സമയത്താണ് ഷാങ്യുവും അവളുടെ ആ ചെറിയ ടീമും കൂടി അങ്ങോട്ടേക്ക് സഹായത്തിനെത്തുന്നത്. അവൾ അവിടെ എത്തുന്ന സമയത്ത് ലീക്കും ഷൗറാനുമൊക്കെ അത്യാവശ്യം നന്നായി പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. എന്നാലും അവിടെ ഉണ്ടായിരുന്ന സൈനികരെ അവരെല്ലാവരും കൂടി കൊല്ലുന്നു. പിന്നെ ലോർഡ് ഷാങ്ഷിൻ ഫൈറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ലീ ആ അവസ്ഥയിലും സൈനികരെ കൊണ്ട് പോകാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ അവൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അവൻ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ജീവൻ നഷ്ടപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തൽക്കാലം അവൻ റെസ്റ്റ് എടുത്തിട്ട് ഈ ദൗത്യം തന്നെ ഏൽപ്പിക്കാൻ ഷാങ്യു പറയുന്നുണ്ടെങ്കിലും അവൻ അതിന് തയ്യാറാവുന്നില്ല. എൻ്റെ ജീവൻ കൊണ്ട് വേറെ ഒരാളെ കൂടി രക്ഷിക്കാൻ സാധിച്ചാൽ ഞാൻ മരിച്ചാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അവൻ മുന്നോട്ട് പോകുന്നു. ഷാങ്യു പക്ഷേ ബാവുവയോട് പറഞ്ഞ് ലീയെ ബോധക്കെടുത്തിക്കുന്നു. എന്നിട്ട് ഷൗറാനോട് അവനെ സേഫായിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുവരാനും പറയുന്നു. അവിടെ ബാക്കിയുണ്ടായിരുന്ന ലീയുടെ സൈനികർ അവൾക്കൊപ്പം ചെല്ലാൻ തയ്യാറാവുന്നുണ്ട്. അങ്ങനെ അവരെയും കൊണ്ട് ഷാങ്യു യാൻഷിങ്ങൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. വലിയ ഒരു ഏരിയയിലാണ് ഫൈറ്റ് നടക്കുന്നത്. അതുകൊണ്ട് ആദ്യം യാൻഷിങ് ഇവളെ കാണുന്നൊന്നുമില്ല. ഇവർ അല്ലാതെ തന്നെ നിന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. ഇതിനിടയിൽ ഷാങ്യുവിനെ കുറേ പേർ പൊക്കിയെടുത്ത് മുകളിലേക്ക് എറിഞ്ഞ് കുന്തത്തിൽ കോർക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് ബാബുവും മാന്തിയുമെല്ലാം അവളുടെ സഹായത്തിനെത്തി അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അവളുടെ സംഘം ജനറൽ ഹേയുടെ കൊടിയുമായിട്ടാണല്ലോ അങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ ലോർഡ് ഷാങ്ഷിങ് അത് കാണുന്നു. ജനറൽ ഹേയുടെ സംഘം അവിടെ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ അയാൾ ആ ഭാഗത്തേക്ക് പോകുന്നു. പിന്നാലെ യാൻഷിങ്ങും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അപ്പോഴാണ് സിറ്റി വാൾ തങ്ങളുടെ ആൾക്കാർ ഓൾറെഡി കയ്യേറി കഴിഞ്ഞു. പക്ഷേ അവിടെ നല്ല രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ബാക്കപ്പ് സൈന്യത്തെ കൂടി അങ്ങോട്ടേക്ക് അയക്കണമെന്ന് ഒരാൾ വന്ന് ലോർഡ് ഷാങ്ഷിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. കുറച്ച് സൈനികരെ അങ്ങോട്ട് അയക്കാൻ അയാൾ പറയുന്നുണ്ട്. അയാൾക്ക് പിന്നാലെ അവിടേക്ക് എത്തിയ യാൻഷിങ് ഷാങ്യോടെ ഇന്ന് ഫൈറ്റ് ചെയ്യുന്നത് കാണുന്നു. അവളും അവനെ കണ്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഇടയ്ക്ക് അവളുടെ സഹായത്തിന് ചെല്ലുന്നു. നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. എൻ്റെ തൊട്ട് പുറകിൽ തന്നെ നിന്നാൽ മതി, ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തോളാമെന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷേ അവൻ നേരത്തെ നൽകിയ ആ 2 വാളും കൂടി അവന് കാണിച്ചിട്ട് എനിക്ക് നിന്റെ പുറകിൽ നിൽക്കാൻ ആഗ്രഹമില്ല. നീ ലോർഡ് ഷാങ്ഷിനെയോ സുയാൻഷിങ്ങിനെയോ ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്യാൻ പറയുന്നു. ലോർഡ് ഷാങ്ഷിനെയാണ് അവൻ ചൂസ് ചെയ്തത്. എന്നിട്ട് അവൻ അയാളുമായി ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. ഷാങ്യു സുയാൻഷിങ്ങിനെ ലക്ഷ്യമാക്കി പോകുന്നുണ്ട്. സുയാൻഷിങ്ങും അവളും തമ്മിൽ ശക്തമായ ഫൈറ്റ് നടക്കുന്നു. പലപ്പോഴും അവന് അവളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ എത്തുന്നുണ്ട്. ഇടയ്ക്ക് ഒരു തവണ വേറെ 2 സൈനികർ വന്ന് അവളെ അവൻ്റെ അടുത്ത് നിന്ന് മാറ്റിക്കൊണ്ടു പോകുന്നു. ഈ സമയത്ത് അവൻ അവളുടെ പ്രിയപ്പെട്ടവരെ തെരഞ്ഞു പിടിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. മാന്തിയും മാനുവിനെയൊക്കെ അവനും അറിയാമല്ലോ. അങ്ങനെ അവരെ ലക്ഷ്യമാക്കിയിട്ട് ഇവൻ കുറച്ച് ക്രൂരമായിട്ടുള്ള രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നു. മാനുവിന് പരിക്കേൽക്കുന്നതുകൊണ്ട് മാന്തി അവൻ്റെ സഹായത്തിന് ചെല്ലുന്നുണ്ട്. അവസാനം മാനുവിനെ അവൻ കുത്താൻ തുടങ്ങുന്നുണ്ട്. മാന്തി പെട്ടെന്ന് അവൻ്റെ മുകളിലേക്ക് കയറി കിടക്കുന്നു. അങ്ങനെ മാന്തിക്കാണ് കുത്തുകൊള്ളുന്നത്. ഷാങ്യു ഇത് കാണുന്നുണ്ടായിരുന്നു. നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് അവൾ സുയാൻഷിങ്ങിനെ ലക്ഷ്യമാക്കി ചെല്ലുന്നു. അവനെ ചവിട്ടി ദൂരേക്ക് എറിഞ്ഞിട്ട് അവൾ മാന്തിയുടെ അടുത്തേക്ക് ഇരിക്കുന്നു. അവന് ഇത്തവണത്തെ പരിക്ക് കുറച്ച് സീരിയസ് ആയിരുന്നു. അപ്പോഴേക്കും ഇവളുടെ നിലവിളി കേട്ടുകൊണ്ട് ബാബോയും മാൻഹായും ഒക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. സുയാൻഷിങ് എഴുന്നേറ്റ് വീണ്ടും ഇവർക്ക് നേരെ പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവനോട് സിറ്റി ഗേറ്റ് ലക്ഷ്യമാക്കി പോകാൻ ലോർഡ് ഷാങ്ഷിങ് ഓർഡർ നൽകുന്നതിനാൽ അവൻ അങ്ങോട്ടേക്ക് പോകേണ്ടി വരുന്നു. അധികം വൈകാതെ മാന്തി മരിക്കുന്നു. യാൻഷിങ് ഈ സമയം ലോർഡ് ഷാങ്ഷിങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നീ അധികം ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നിന്റെ പുറകിലെ കാണുന്ന ആ വലിയ പുക കണ്ടോ, ആ സിറ്റി ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് രക്ഷയില്ല എന്നൊക്കെ ലോർഡ് ഷാങ്ഷിൻ അവനോട് പറയുന്നു. അത് കണ്ടപ്പോൾ സിറ്റി വാളിലെ കണ്ടീഷൻ മോശമാണെന്ന് യാൻഷിങ്ങിന് തോന്നുന്നതിനാൽ അവൻ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്നു. അതിനു മുമ്പ് ശിയേഷിയോട് ഷാങ്യുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. ലോർഡ് ഷാങ്ഷിൻ അവന് പിന്നാലെ പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഷാങ്യു ഇവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നതിനാൽ അവൾ അയാളുടെ അടുത്തേക്ക് ചാടി വീണ് അയാളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഷാങ്യു തന്നെ തടഞ്ഞു എന്ന് കണ്ടപ്പോൾ അയാൾക്ക് ശരിക്കും പുച്ഛമാണ് തോന്നിയത്. അവൾ അയാളെ കുതിരപ്പുറത്ത് നിന്ന് നിലത്തിറക്കിയിരുന്നു. ഞാൻ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നീ വെറും കുട്ടിയായിരുന്നു എന്ന് പറഞ്ഞ് അയാൾ അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അയാളുടെ ആക്രമണ രീതിയൊക്കെ ഷാങ്യുവിന് തടുത്ത് നിൽക്കാൻ പറ്റുന്നതിനേക്കാൾ കുറച്ചുകൂടി കഠിനമായിട്ടുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് ആദ്യം അവളൊന്ന് പതറുന്നുണ്ട്. ഷാങ്യു ഒരു തവണ അയാളുടെ കൈകൊണ്ട് മരിക്കേണ്ടതായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് അവിടേക്ക് വന്ന് ശിയേഷിയാണ് അവളെ പ്രൊട്ടക്റ്റ് ചെയ്തത്. അങ്ങനെ അവൾക്ക് കൊള്ളേണ്ട ആ അടി അയാൾക്ക് കൊള്ളുന്നു. അത് ശിയേഷിക്ക് നല്ല രീതിയിൽ പരിക്കുണ്ടാക്കുന്നുണ്ട്. പിന്നെ മുമ്പ് യാൻഷിങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്ത സമയത്തും അതേപോലെ തന്നെ ജനറൽ ഹേയുമായിട്ട് ഫൈറ്റ് ചെയ്ത സമയത്തുമൊക്കെ അവർ നൽകിയ കുറേ ഉപദേശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവൾക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുത്താൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അയാളുമായിട്ട് അവൾക്ക് അട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്നു. സിറ്റി ഗേറ്റ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുക എന്ന സുയാൻഷിങ്ങിനെയും സൈന്യത്തെയും യാൻഷിങ്ങിൻ്റെ ഒരു സംഘം തടയുന്നുണ്ട്. യാൻഷിങ് വളരെ പെട്ടെന്ന് തന്നെ സുയാൻഷിങ്ങിനെ മുറിവേൽപ്പിച്ച് കീഴടക്കുന്നു. അവനെ പിടിച്ചെട്ടി കൊണ്ടുവരാനും അവൻ ഓർഡർ ഇടുന്നുണ്ട്. ലോർഡ് ഷാങ്ഷിൻ ഷാങ്യുവിൻ്റെ മുന്നിൽ പിടിച്ചേൽക്കാൻ പറ്റാതെ ഈ സമയത്ത് ബുദ്ധിമുട്ടുകയായിരുന്നു. അവൾ ഈ പ്രയോഗിക്കുന്ന ടെക്നിക്ക് ജനറൽ ഹേയും അദ്ദേഹത്തിൻ്റെ ഒറ്റ സുഹൃത്തായിരുന്ന ജനറലും കൂടി ഉണ്ടാക്കിയതാണ്. ഇത് നിനക്ക് എങ്ങനെ അറിയാം? ജനറൽ ഹേ ആണോ നിന്നെ ഇത് പഠിപ്പിച്ചതെന്നൊക്കെ ഷാങ്ഷിൻ അവളോട് ചോദിക്കുന്നു. ജനറൽ ഹേയുടെ ഫ്രണ്ടിനെ അയാൾക്ക് അറിയാമോ എന്ന് ഷാങ്യു തിരിച്ചു ചോദിച്ചപ്പോൾ രാജ്യദ്രോഹിയായ വെയ്ശിലിനെ അറിയാത്തവർ ആരാണ് എന്ന് ഷാങ്ഷിൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അയാൾ ഈ പറയുന്ന രാജ്യദ്രോഹി വെയ്ശിലൻ തൻ്റെ അച്ഛനാണ് എന്ന് ഷാങ്യുവിന് മനസ്സിലാവുന്നു. അതവൾക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തേക്ക് അവളുടെ ശ്രദ്ധ ഒന്ന് പതറുന്നുണ്ട്. ആ സെക്കൻഡിൽ അയാൾ അവളെ അറ്റാക്ക് ചെയ്യുന്നു. അവൾ ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും അവളുടെ കയ്യിൽ മുറിവ് പറ്റുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഷാങ്യു അയാളെ പന്നിയെ അർത്ഥം മുറിക്കുന്നത് പോലെ തലങ്ങും വിലങ്ങും അരിയുന്നുണ്ട്.
അവസാനം അവൾ അയാളുടെ നെഞ്ചത്ത് തന്നെ കുത്തി അയാളെ കൊല്ലുന്നു. മരിക്കുന്നതിന് മുമ്പ് ഷാങ്ങുവിൻ്റെ ഒപ്പം വേശിലും നിൽക്കുന്നത് പോലെ ഷാങ്ഷിന് ഫീൽ ചെയ്യുന്നുണ്ട്. 17 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ യുദ്ധസമയത്ത് ടൈഗർ ടാലിയുമായിട്ട് ലോർഡ് ഷാങ്ഷിനെ ചെന്ന് കണ്ട് ഒരു സൈന്യത്തെ അയക്കണമെന്ന് പറഞ്ഞത് വേശിലനായിരുന്നു. അത് ഈ സമയത്ത് അയാൾ ഓർക്കുന്നു. വേശിലനും ഷാങ്യുവും ഒരുമിച്ച് തന്നെ കുത്തുന്നത് പോലെ കണ്ട് അയാൾ മരിക്കുകയാണ്. ലോർഡ് ഷാങ്ഷിൻ മരിച്ചതോടെ യുദ്ധം അവസാനിക്കുന്നുണ്ട്. ഷാങ്യുവിന് കുറേ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പ്രിൻസസ്സാണ് അവളുടെ മുറിവിലൊക്കെ ഡ്രസ്സ് ചെയ്യാനായിട്ട് വന്നത്. ആ സമയത്ത് അവൾ ആകെ മൂഡ് ഓഫ് ആയിരിക്കുന്നത് കണ്ട് മുമ്പ് തൻ്റെ പ്രിൻസസ് എന്നുള്ള ഐഡൻറ്റിറ്റി മറച്ചു വെച്ചതുകൊണ്ടാണോ അവളിങ്ങനെ പിണങ്ങിയിരിക്കുന്നതെന്ന് പ്രിൻസസ് ചോദിക്കുന്നു. അതുകൊണ്ടൊന്നുമല്ല, മുമ്പ് തന്നെ അവൾ ഹയർ റാങ്കിലുള്ള ആരോ ആണ് എന്ന് തോന്നിയിരുന്നു. പ്രിൻസസ് ആയിരിക്കുമെന്ന് കരുതിയില്ല. ഇപ്പോൾ പ്രിൻസസ് ആയിട്ട് പോലും എൻ്റെ മുറിവിൽ മരുന്ന് വെക്കാനായി വന്നിരിക്കുകയല്ലേ എന്നൊക്കെ ഷാങ്ങു തിരിച്ച് ചോദിക്കുന്നുണ്ട്. മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നത് പ്രിൻസസ് ഏതോ വലിയ സ്ഥാനമാണെന്നാണ്. രാജ്യത്തിന് വേണ്ടി ഏതെങ്കിലും അയൽ രാജ്യവുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമെന്നാണ് ഞാൻ അന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ ആർമി ക്യാമ്പിലൊക്കെ വന്ന് യുദ്ധഭൂമിയൊക്കെ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പ്രിൻസസിൻ്റെ സ്ഥാനം ഒന്നുമല്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പ്രിൻസസ് പറയുന്നുണ്ട്. പിന്നെ ഈ യുദ്ധത്തിൻ്റെ മെയിൻ ലീഡറായിരുന്ന ലോർഡ് ഷാങ്ഷിനെ അവൾ തന്നെയാണല്ലോ കൊന്നിരിക്കുന്നത്. അതവൾക്ക് ജനങ്ങളുടെയും ഇടയിൽ വലിയ പേരുണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ഇനി അവിടുത്തെ ഹിസ്റ്ററിയിൽ അവളുടെ പേര് എന്നും ഓർമ്മിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിൻസസ് എഴുന്നേറ്റ് നിന്ന് അവളെ ഒന്ന് വണങ്ങുന്നുണ്ട്. ഷാങ്യു പെട്ടെന്ന് എഴുന്നേൽക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവളുടെ പരിക്ക് കാരണം അവൾക്ക് അതിന് സാധിക്കുന്നില്ല. റെസ്റ്റ് എടുത്തോളം പറഞ്ഞ് പ്രിൻസസ് അവളെ തടയുന്നുണ്ട്. മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ നല്ല ദയുള്ള കൂട്ടത്തിലാണെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ അനുഭവത്തിലൂടെ ആവശ്യമില്ലാതെ ദയ കാണിക്കുന്നത് കൂടുതൽ ആപത്ത് വിളിച്ചു വരുത്തുമെന്ന് എനിക്ക് മനസ്സിലായി. ഗോഡ് ഫാദർ പറഞ്ഞത് ശരിയാണ്. യുദ്ധഭൂമിയിൽ ഒന്നുകിൽ നിങ്ങൾ മരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ എതിരാളി മരിക്കണം. ഈ സമയത്ത് അവൾ ആവശ്യമില്ലാതെ ദയ കാണിച്ച ആളുടെ കയ്യിൽ നിന്ന് പരിക്കേറ്റതിനെ പറ്റിയും രണ്ടാമത് ഇപ്പോൾ മാന്തി മരിച്ചതിനെ പറ്റിയുമൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവൾ ലോർഡ് ഷാങ്ഷിനെ കൊന്നിട്ട് സിറ്റി ഗേറ്റിനടുത്തെത്തിയപ്പോൾ ജനറൽ ഹേയുടെ വിശ്വസ്തനായ ജനറൽ അവിടെ മരണാസന്നനായി കിടക്കുന്നുണ്ടായിരുന്നു. ജനറൽ ഹേയെ അവൾ അന്വേഷിച്ചപ്പോൾ മുകളിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നതിനാൽ അവൾ ഓടി മുകളിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ജനറൽ ഹേ അദ്ദേഹത്തിൻ്റെ കൊടിയും പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ സന്തോഷത്തോടെ ഓടിച്ചെന്ന് തങ്ങൾ വിജയിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് കേൾക്കാനായിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നെങ്കിലും ഓൾറെഡി ആൾ മരിച്ചിരിക്കുകയായിരുന്നു. ഷാങ്യു അതുകൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടി വേഗത്തിൽ ലോർഡ് ഷാങ്ഷിനെ കൊന്നിരുന്നെങ്കിൽ ജനറൽ ഹേയ്ക്ക് ഇങ്ങനെ മരിക്കേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ ഇപ്പോഴും അവൾ കരഞ്ഞുകൊണ്ട് പ്രിൻസസിനോട് പറയുന്നു. ജനറൽ ഹേ മരിച്ചത് നിന്റെ കുറ്റം കൊണ്ടല്ല എന്ന് പറഞ്ഞ് പ്രിൻസസ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലീ കാണാൻ വന്നിട്ടുണ്ട് എന്ന് ഒരു സെർവൻ്റ് വന്ന് അറിയിക്കുന്നത്. അങ്ങനെ അവനകത്തേക്ക് വരുന്ന സമയത്ത് ലീയോട് പെട്ടെന്ന് റിക്കവർ ആവാൻ പറഞ്ഞിട്ട് പ്രിൻസസ് പുറത്തേക്ക് പോകുന്നു. ഷാങ്യു എഴുന്നേറ്റ് അവിടെ ഇരിപ്പുണ്ടായിരുന്ന ഒരു സ്ക്രീനിൻ്റെ അടുത്തേക്ക് നിന്ന് നിൽക്കുന്നുണ്ട്. ലീ പക്ഷേ അവൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും ആയിരുന്നില്ല സംസാരിച്ചത്. അവൾ ഒരു ഹീറോയിൻ ആവുന്നതിന് വേണ്ടി മനഃപൂർവ്വം തന്നെ ബോധം കെടുത്തി സൈന്യത്തെയും കൊണ്ട് പോയതാണ് എന്നുള്ള രീതിയിൽ അവളെ കുറ്റപ്പെടുത്തിയാണ് അവൻ സംസാരിച്ചത്. മനഃപൂർവ്വം ചെയ്തതല്ല. അവൻ്റെ അപ്പോഴത്തെ അവസ്ഥയിൽ അവൻ ഫൈറ്റിന് വന്നിരുന്നെങ്കിൽ ഉറപ്പായും അവന് ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് താൻ അങ്ങനെ ചെയ്തതെന്ന് ഷാങ്യു പറയുന്നുണ്ടെങ്കിലും അവനത് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ പോയി ആ യുദ്ധഭൂമിയിൽ വെച്ച് മരിച്ചാലും ഞാൻ അഭിമാനത്തോടെ മരിച്ചേനെ. ഇങ്ങനെ യുദ്ധം കഴിഞ്ഞ ശേഷം ഒരു വിദ്യയെപ്പോലെ ഉണരുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ജീവിക്കേണ്ടായിരുന്നല്ലോ. എൻ്റെ മാസ്റ്ററുടെ മരണത്തിനും എനിക്ക് പ്രതികാരം ചെയ്യാൻ സാധിച്ചില്ല എന്നൊക്കെ ലീ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയുന്നു. പെട്ടെന്നുള്ള ആ ഒരു തോന്നൽ കൊണ്ട് നീ നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിരുന്നെങ്കിൽ ആ മാസ്റ്ററുടെ വിലപ്പെട്ട ശിഷ്യൻ ഇതിനേക്കാൾ മോശമായി പോയേനെന്ന് ഷാങ്യു പറയുന്നുണ്ടെങ്കിലും അവനതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ എതിർത്ത് തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നത് എൻ്റെ മാസ്റ്ററുടെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് അവൻ കയ്യിലുണ്ടായിരുന്ന ഒരു കത്ത് അവിടെ വെച്ചിട്ട് ഇനി നമ്മൾ തമ്മിൽ കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവനിങ്ങനെ പെരുമാറുന്നതിൽ ഷാങ്യുവിന് നല്ല വിഷമമുണ്ട്. പിന്നെ അവൾ പോയി ആ കത്തെടുത്ത് നോക്കുന്നു. പക്ഷെ അതിൽ എഴുതിയിരിക്കുന്നതൊന്നും മുഴുവനായിട്ട് വായിക്കാൻ അവൾക്ക് അറിയുമായിരുന്നില്ല. അങ്ങനെ അവൾ ആൻറ്റി കാങ്ങിൻ്റെ ആ പേരക്കുട്ടിയെ അടുത്തേക്ക് വിളിച്ച് അത് വായിപ്പിക്കുന്നുണ്ട്. അവളുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ജനറൽ ഹേയ്ക്ക് എഴുതിയ കത്തായിരുന്നു അത്. കഴിഞ്ഞ 16 വർഷങ്ങളായിട്ട് ഞാൻ അപമാനം സഹിച്ച് ജീവിക്കുകയാണ്. ജീഷുവിൽ കൊല്ലപ്പെട്ട 1,00,000 സൈനികരുടെ ആത്മാവിന് മോശം നൽകുന്നതിന് വേണ്ടി അതിന് പിന്നുള്ള സത്യം കണ്ടുപിടിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ എനിക്കതിന് സാധിച്ചില്ല. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ വീണ്ടും എന്നെ കൊല്ലാനായിട്ട് ഒരു ഓർഡർ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഈ അപമാനം സഹിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാനും എൻ്റെ ഭാര്യയും ജീവൻ എടുക്കുകയാണ്. ഞങ്ങളുടെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്തോണം എന്നൊക്കെയായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത്. ആ കത്തിൽ അവളുടെ അച്ഛൻ്റെ പേരും ഉണ്ടായിരുന്നു. പക്ഷേ അത് അവനെ കാണിക്കുന്നതിന് മുമ്പ് അവൾ മഷ കൊണ്ട് കറുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പേര് അവന് വായിക്കാൻ പറ്റിയിട്ടില്ല. കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവൾ അവിടെ ഇരുന്ന് കരയുന്നതുണ്ട്. എന്ത് പറ്റിയെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നീ ഇങ്ങനെ ഒരു കത്ത് വായിച്ച കാര്യം വേറെ ആരോടും പറയരുത്. ഇത് വായിച്ച കാര്യം നീ അങ്ങ് മറന്നു കളയണം എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട്. പിന്നെ അവൾ ചിന്തിക്കുന്നത് ലോർഡ് ഷാങ്ഷിൻ മരിക്കുന്നതിന് മുമ്പ് ജനറൽ ഹേയുടെ ഫ്രണ്ട് വെയ്ഷിലിനാണ് എന്ന് പറഞ്ഞതിനെ പറ്റിയായിരുന്നു. ഇവളുടെ കുട്ടിക്കാലത്ത് തന്നെ ഈ ട്രെയിറ്ററായിട്ടുള്ള വെയ്ഷിലിനെ പറ്റി നാടോടി പാട്ടുകളൊക്കെ അവൾ കേട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ ഗ്രാമത്തിലെ കുട്ടികൾ അത് വെച്ചൊരു കളി തന്നെ കളിക്കുമായിരുന്നു. ഒരു കുട്ടിയെ വെയ്ഷിലിൽ നിന്ന് ട്രെയിറ്ററായിട്ട് നിർത്തിയിട്ട് ചുറ്റും കുറേ കുട്ടികളിൽ നിന്ന് അവനെ കല്ലെറിയുകയും ഉപദ്രവിക്കുകയും മറ്റും ചെയ്യുന്ന ഒരു കളിയായിരുന്നു അത്.
വെയ്ഷിലൻ എന്ന ജനറൽ 1,00,000 സൈനികർക്കുള്ള ഫുഡ് യുദ്ധസമയത്ത് കൃത്യമായിട്ട് എത്തിക്കാതെ അവരെ മുഴുവൻ പട്ടിണിക്കിട്ട് യുദ്ധത്തിൽ പരാജയപ്പെടുത്തി എന്നുള്ള പാട്ടായിരുന്നു ഇവൾ കേട്ടിട്ടുണ്ടായിരുന്നത്. കേട്ടിട്ടുള്ള വെയ്ഷിലൻ എന്ന ട്രൈറ്ററാണോ തൻ്റെ അച്ഛൻ എന്നുള്ളത് അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു ട്രൈറ്റർ ആയിരുന്നെങ്കിൽ എൻ്റെ അമ്മയുടെ സ്വഭാവം വെച്ചിട്ട് അമ്മ ഒരിക്കലും അച്ഛനെ ഉൾക്കൊള്ളുമായിരുന്നില്ല, അച്ഛനൊപ്പം ജീവിക്കാൻ തയ്യാറാവുമായിരുന്നില്ല എന്നൊക്കെ അവൾ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ മനസ്സാകെ അസ്വസ്ഥമായി കിടന്ന് മയങ്ങുന്ന കൂട്ടത്തിൽ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള ഒരു പാവകളി അവളുടെ ഓർമ്മയിലേക്ക് വരുന്നു. അതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വെയ്ഷിലൻ എന്ന ജനറൽ ശത്രുക്കളുമായിട്ട് ചേർന്ന് 1,00,000 സൈനികർക്കുള്ള ഫുഡ് സപ്ലൈസ് താമസിപ്പിച്ചതിനാൽ ഈ സൈനികർക്ക് 5 ദിവസങ്ങളോളം ഫുഡില്ലാതെ അവർ ആകെ ടയേർഡാവുകയും ആ സമയത്ത് ശത്രുക്കൾ അറ്റാക്ക് ചെയ്ത് ഇവരെ കീഴടക്കുകയും ചെയ്തു എന്നാണ്. വെയ്ഷിലൻ ഇങ്ങനെ ചെയ്തത് കാരണമാണ് അന്നത്തെ യുദ്ധത്തിൽ ക്രൗൺ പ്രിൻസ് ഷെങ്ഡയും അതേപോലെ യാൻഷിങ്ങിൻ്റെ അച്ഛനായിട്ടുള്ള ഷിയെ ഷെങ്ങുമൊക്കെ കൊല്ലപ്പെട്ടത്. ചെറുപ്പത്തിൽ ഈ പാട്ടും പാടി കളിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഷാങ്യവും കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവളുടെ അമ്മ ഇത് കേട്ടുകൊണ്ട് അവളെ വന്ന് വഴക്ക് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയും ഇതിന് പണിഷ്മെൻ്റായിട്ട് ഒരുപാട് സമയം വീടിന് മുന്നിൽ മുട്ടുകുത്തിയിരുത്തുകയും ചെയ്തിരുന്നു. ഒരുപാട് സമയം കഴിഞ്ഞിട്ട് നിന്റെ തെറ്റ് എന്താണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് അമ്മ അവളുടെ അടുത്ത് നിന്ന് ചോദിക്കുന്നു. ഇനി ആ കളി ഒരിക്കലും കളിക്കില്ല എന്ന് അവൾ പറയുന്നുണ്ട്. അമ്മ ആ സമയത്ത് അവളുടെ അടുത്തേക്ക് ഇരുന്നിട്ട് സത്യസന്ധതയും ആത്മാർത്ഥതയും ഒക്കെ ഈ ലോകത്ത് ആർക്കാണ് തിരിച്ചറിയാൻ സാധിക്കുക, ശരിയും തെറ്റുമൊക്കെ ആരാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ വിഷമത്തോടെ പറയുന്നുണ്ടായിരുന്നു എന്ന്. അവളുടെ അച്ഛനും വിഷമിച്ച് ആ സമയത്ത് അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ സ്വപ്നം കണ്ട് ഷാങ്യു ഇപ്പോൾ ഞെട്ടി ഉണരുന്നു. എൻ്റെ അച്ഛൻ അദ്ദേഹമല്ല, ഇതൊരിക്കലും സത്യമായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ ഇരുന്ന് പേടിച്ച് കരയാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് യാൻഷിങ് അങ്ങോട്ടേക്ക് വന്ന് അവളുടെ ദേഹത്തൂടി പുതപ്പിട്ട് അവളെ ചേർത്ത് പിടിക്കുന്നു. അവൻ കരുതിയത് ഈ യുദ്ധത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കാരണമാണ് അവളിങ്ങനെ ഇരിക്കുന്നതെന്നാണ്. വേദനിക്കുന്നുണ്ടോ എന്ന് അവൻ ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് അവൾ പറയുന്നു. പിന്നെ സുയാൻഷിങ്ങിനെ പറ്റി അവൾ തിരക്കുന്നു. യാൻഷിങ് അവനെ പിടികൂടി കൊണ്ടുപോകാൻ തുടങ്ങുന്ന സമയത്ത് ഷിയയുടെ നേതൃത്വത്തിൽ അവരുടെ സൈന്യം അങ്ങോട്ടേക്ക് വന്ന് സുയാൻഷിങ്ങിനെ രക്ഷപ്പെടുത്തിയിരുന്നു. പക്ഷേ ഷിയയെ യാൻഷിങ് എന്തായാലും കൊന്നിരുന്നു. സുയാൻഷിങ്ങിനെ ഇത്തവണയും അവന് മിസ്സായി. ഇന്നല്ലെങ്കിൽ നാളെ അവൻ മരിക്കും. അവൻ്റെ തല ഞാൻ ലിനാനിലേക്ക് കൊണ്ടുപോയി അവിടെ കൊല്ലപ്പെട്ട ആളുകൾക്ക് ആത്മശാന്തിക്കായി വെക്കും എന്ന് ഷാങ്യു അപ്പോൾ പറയുന്നുണ്ട്. പിന്നെ ഷിയേഷിയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്ന് അവൾ അന്വേഷിക്കുന്നു. അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ശ്രമിക്കുന്നതിനിടയിലാണല്ലോ അവനങ്ങനെ പരിക്ക് പറ്റിയത്. അവൻ്റെ ജീവന് അപകടമൊന്നുമില്ല. പിന്നെ വലത്തെ കൈക്ക് ഇച്ചിരി കാര്യമായ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ അവന് ആയുധമൊന്നും പിടിക്കാൻ കഴിഞ്ഞേക്കില്ല എന്ന് യാൻഷിങ് അവളോട് പറയുന്നു. ഇതിപ്പോൾ 2ാമത്തെ തവണയാണല്ലോ ഷിയേഷി യുദ്ധഭൂമിയിൽ വെച്ച് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പരിക്ക് ഏൽക്കുന്നത്. എനിക്ക് അവനോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. ഇന്ന് അവൻ എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ വെച്ച് മരിച്ചേനെ എന്ന് അവൾ വിഷമത്തോടെ പറയുന്നു. അങ്ങനെ ആർക്കും നിന്നെ കൊല്ലാൻ പറ്റുകയില്ല, അതിന് ഞാൻ സമ്മതിക്കുകയില്ല എന്ന് യാൻഷിങ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങുമ്പോഴെല്ലാം മാന്തിയുടെ മുഖമോ അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട എനിക്കറിയാവുന്നവരുടെ മുഖമോ ഒക്കെ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഓരോ തവണയും ഞാൻ അവരെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ട് എനിക്കതിന് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്ന് കരയുന്നുണ്ട്. 17 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന യുദ്ധവും ഇത്രയ്ക്ക് ഭീകരമായിരുന്നോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നു. അന്നത്തെ യുദ്ധം ഇതിലും ഭീകരമായിരുന്നു. അന്ന് എൻ്റെ അച്ഛൻ്റെ നേതൃത്വത്തിലായിരുന്നു സിറ്റി വാൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് 1,00,000-ഓളം സൈനികർ ശത്രുക്കളുമായി ഫൈറ്റ് ചെയ്തുകൊണ്ട് നിന്നിരുന്നത്. 4 മാസത്തോളം അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നു. പക്ഷെ അവസാനം അവർക്കുള്ള ഫുഡ് സപ്ലൈസ് എത്താൻ 5 ദിവസങ്ങളോളം വൈകിയത് കാരണം ഭക്ഷണവും വെള്ളവുമില്ലാതെ ഫൈറ്റ് ചെയ്ത് അവരാകെ തളർന്നു. ആ സമയത്താണ് ശത്രുക്കൾ സിറ്റി ഗേറ്റ് തകർത്ത് അകത്തേക്ക് കടന്നത്. അവസാനം അവരെൻ്റെ അച്ഛനെ കൊന്ന് സിറ്റി ഗേറ്റിൽ കെട്ടി തൂക്കുകയും ചെയ്തു എന്നൊക്കെ അവൻ പറയുന്നു. അത് കേട്ടപ്പോൾ ഷാങ്യു പതുക്കെ അവൻ്റെ തോളിൽ നിന്ന് എഴുന്നേറ്റ് നിവർന്നിരുന്നിട്ട്, അന്ന് ആ ഫുഡ് സപ്ലൈസിന് എസ്കോട്ട് പോയ ജനറൽ വെയ്ഷിലനാണോ അപ്പോൾ അത്രയും സൈനികരുടെ മരണത്തിന് കാരണക്കാരൻ? അതല്ലാതെ വേറെന്തെങ്കിലും കഥ അതിന് പിന്നിലുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. വെയ്ഷിലൻ ആ സമയത്ത് പ്രൈം മിനിസ്റ്ററുടെ ഏറ്റവും വിശ്വസ്തനായ ജനറലായിരുന്നു. എൻ്റെ അച്ഛൻ്റെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളുമാണ്. അദ്ദേഹം വളരെ വിശ്വസ്തനും നീതിമാനുമൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് യാൻഷു ആർമിയുടെ കണ്ണിൽ അദ്ദേഹം ഒരു ട്രൈറ്ററായി മാറി എന്നൊക്കെ അവൻ പറയുന്നു. അവളിങ്ങനെ പെട്ടെന്ന് വെയ്ഷിലനെ കുറിച്ച് ചോദിക്കാൻ എന്താണ് കാരണമെന്നും അവൻ ചോദിക്കുന്നുണ്ട്. ഷാങ്യുവിന് അവനോട് സത്യം പറയണമെന്നുണ്ട്. പക്ഷേ സത്യം അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവുമെന്നുള്ള പേടി കാരണം അവൾ കുറേ ശ്രമിച്ചിട്ടും പറയുന്നില്ല. സത്യം പറയുന്നതിന് പകരം ജനറൽ ഹേയുടെ സംസ്കാരം എപ്പോഴാണ് നടത്തുന്നതെന്ന് ചോദിച്ച് അവൾ വിഷയം മാറ്റുന്നു. 6 ദിവസം കഴിഞ്ഞിട്ടാണ് നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ 7ാമത്തെ ദിവസത്തെ ചടങ്ങുകൾ നടക്കുന്ന ദിവസം എൻ്റെ അച്ഛൻ്റെ മെമ്മോറിയൽ ദിവസം കൂടിയാണ്. എന്തോ ഒരു നിയോഗം പോലെയാണ് ഇതിപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് വന്നിരിക്കുന്നത്. 17 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം തന്നെയാണ് എൻ്റെ അച്ഛൻ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. എല്ലാ വർഷവും ആ ദിവസം ഞങ്ങളുടെ ഷിയ ആർമിയിലെ എല്ലാ ജനറൽസും എവിടെ ആയിരുന്നാലും ഇവിടെ എത്തി അച്ഛന് റെസ്പെക്റ്റ് കൊടുക്കാറുണ്ട് എന്നൊക്കെ അവൻ പറയുന്നു. അന്നത്തെ ദിവസം തനിക്ക് കൂടി അങ്ങനെ അദ്ദേഹത്തിന് മെമ്മോറിയൽ ചടങ്ങുകൾ നടത്താൻ പറ്റുമോ എന്ന് ഷാങ്യു അവനോട് ചോദിക്കുന്നു. അവനത് സമ്മതിക്കുന്നുണ്ട്. ജനറൽ ഹേയുടെ ബോഡി സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തായിരുന്നു ലീഹാൻ ഈ സമയം. തനിക്ക് യുദ്ധത്തിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ലീഹാന് നൽകാൻ വേണ്ടിയിട്ടൊരു കത്ത് അദ്ദേഹം നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ ഇരുന്ന് അത് വായിക്കുന്നു. ലീ ജനറൽ ഹേയുടെ ശിഷ്യനായിട്ട് ഒരുപാട് വർഷങ്ങളായിരുന്നല്ലോ. ഇത്രയും വർഷങ്ങൾ അവനെ ശിഷ്യനായി തൻ്റെ അടുത്ത് സൂക്ഷിച്ചിരുന്നതിൻ്റെ പ്രധാന കാരണം
ലീ കുടുംബത്തിൻ്റെയും വേ കുടുംബത്തിൻ്റെയും പരസ്പരമുള്ള പോരിനിടയിൽ അവൻ പെട്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഈ രാജ്യത്തിൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഒരു സേവകനായി മാറുന്നതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ അദ്ദേഹം കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷാങ്ങുവിനെയും ഷാങ്ങിങ്ങിനെയും തനിക്ക് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുകൂടി ആ കത്തിൽ അദ്ദേഹം അവനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ ആ കത്ത് വായിച്ച ശേഷം കത്തിച്ചു കളയുന്നു. അപ്പോഴാണ് പ്രൈം മിനിസ്റ്ററും അവൻ്റെ മുത്തശ്ശനും കൊടുത്തയച്ച അനുശോചന സന്ദേശങ്ങളുമായിട്ട് രണ്ടുപേർ അവിടെ എത്തിയത്. ലീഹോൻ ദേഷ്യം സഹിക്കാതെ ആദ്യം പ്രൈം മിനിസ്റ്റർ കൊടുത്തയച്ചത് വാങ്ങി തീയിലിടുന്നു. അത് കണ്ടപ്പോൾ ഷൗറാൻ കരുതിയത് അവൻ ഇനി അവൻ്റെ മുത്തശ്ശൻ്റെ ഒപ്പം നിന്ന് പ്രൈം മിനിസ്റ്ററിനെതിരായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്നാണ്. പക്ഷേ ലീ മുത്തശ്ശൻ കൊടുത്തയച്ചത് വാങ്ങി തീയിലിടുന്നുണ്ട്. എന്നിട്ട് ഇവരുടെ രണ്ടുപേരെയും കൂടെ ചേരാതെ തൻ്റെ മാസ്റ്ററെ പോലെ തനിച്ച് നിന്ന് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് അവൻ പറയുന്നു. രക്ഷപ്പെട്ടു പോയ സുയാൻ സിംഗ് ഇപ്പോൾ ഒളിവിൽ കഴിയുന്നത് അവൻ്റെ അമ്മയുടെ ബന്ധത്തിലുള്ള ഒരു കസിൻ്റെ വീട്ടിലാണ്. പക്ഷെ അവർക്ക് യാൻ സിംഗ് അങ്ങോട്ടേക്ക് വന്ന് ഇവനെ പിടികൂടാനായി തങ്ങളെ കൂടി അറ്റാക്ക് ചെയ്യുമോ എന്നുള്ള പേടി കാരണം അവരുടെ ഒരു മകളെ പോയിസൺ ചേർത്ത ഡ്രിങ്കുമായിട്ട് അവൻ്റെ മുന്നിലേക്ക് അയക്കുന്നു. അതിവൻ്റെ കസിനാണ്. ഇവൾക്ക് ഇവൻ്റെ മുന്നിൽ ചെന്നപ്പോൾ തന്നെ പേടിച്ചിട്ട് മുട്ട് വിറയ്ക്കുന്നുണ്ട്. അവളത് അവൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ചതി അറിയാതെ അവനത് കുടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവനത് കുടിക്കുന്നതിന് മുമ്പ് അവൾ മനസ്സ് മാറ്റി അവനോട് സത്യം പറയുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനും അവനോട് പറയുന്നുണ്ട്. സുയാൻ സിംഗ് അതവിടെ വെച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പക്ഷേ അവൻ പോയത് ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരെയും കൊല്ലാനാണ്. അവരുടെ നിലവിളി കേട്ടുകൊണ്ട് കസിൻ ഓടി ചെന്നപ്പോഴേക്കും അവളുടെ അച്ഛനും അമ്മയും ബാക്കി ബന്ധുക്കളും എല്ലാം കൊല്ലപ്പെട്ട് കഴിഞ്ഞിരുന്നു. നീ ഇവരെ കൊന്നത് എന്തിനാണ്? നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ അവൾ അവനോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്. എന്നെ കൊല്ലാൻ ശ്രമിച്ചവരെ ഞാൻ കൊല്ലുന്നതിൽ എന്താണ് തെറ്റ്? നിന്നോട് ഇവർക്ക് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നിൻ്റെ കയ്യിൽ ആ പോയിസൺ തന്നിട്ട് ഇവർ നിന്നെ എൻ്റെ അടുത്തേക്ക് വിടുകയില്ലായിരുന്നു. അതുകൊണ്ട് നീ ഇവരെ ഓർത്ത് കരയേണ്ട കാര്യമില്ല. ഇവരുടെ പിടിയിൽ നിന്ന് നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പക്ഷെ ആ പെണ്ണ് പിന്നെയും അവൻ്റെ പിന്നാലെ തന്നെ ഓടി ചെന്നിട്ട് നീ പോകുമ്പോൾ എന്നെയും കൂടി കൊണ്ടുപോകുമോ? എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. എൻ്റെ വീട്ടുകാരെല്ലാം മരിച്ചു എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നു. നിൻ്റെ വീട്ടുകാരെ മുഴുവൻ കൊന്നിട്ട് നീ പിന്നെയും എൻ്റെ കൂടെ വരികയാണോ? ചില പെൺകുട്ടികൾ നിന്നെപ്പോലെ ഇത്ര വീക്കായിരിക്കുന്നത് എന്താണ്? അവർക്ക് ആരുടെയെങ്കിലും സഹായമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ വേറെ ചിലരാവട്ടെ മുള്ള നിറഞ്ഞ ഭംഗിയുള്ള പൂക്കൾ പോലെയാണ്. ഒരേ സമയത്ത് നമ്മൾ അവരെ ഇഷ്ടപ്പെടുകയും വെറുക്കുകയും ചെയ്യും എന്നൊക്കെ അവൻ പറയുന്നു. ഷാങ്ങുവിനെ ഉദ്ദേശിച്ചാണ് അവനത് പറയുന്നത്. എന്നിട്ട് അവൻ അവിടെ തന്നെ ഇരുന്ന് മയങ്ങുന്നുണ്ട്. ഈ സമയത്ത് അവൾ അവിടെ കിടപ്പുണ്ടായിരുന്ന അവൻ്റെ വാളെടുത്ത് അവന് നേരെ നീട്ടുന്നുണ്ടെങ്കിലും അവൾക്ക് അവനെ കൊല്ലാനുള്ള ധൈര്യമൊന്നും ഉണ്ടാവുന്നില്ല. അവൾ ആ വാൾ താഴെ ഇടുന്നുണ്ട്. ഷിസാൻ കുറച്ച് ദൂരത്ത് നിന്നായി ഇത് കാണുന്നുണ്ടായിരുന്നു. ആ പെണ്ണ് അവിടെ ഇരിപ്പുണ്ടായിരുന്ന നേരത്തെ അവന് കൊണ്ടുവന്ന ആ വിഷം എടുത്തു കുടിച്ച് സ്വയം മരിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഷീ അവിടെ എത്തുന്നു. അവനിങ്ങനെ ആ കുടുംബത്തിലുള്ള എല്ലാവരെയും കൊന്നുവെന്ന് അറിഞ്ഞപ്പോൾ അവന് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നുന്നില്ല. അവൻ്റെ സ്വഭാവം വെച്ച് അതൊക്കെ താൻ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്ന് പറയുന്നു. എന്നിട്ട് അവൻ സുയാൻ സിംഗ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട്. സുയാൻ സിംഗിനെ കണ്ടു കഴിയുമ്പോൾ പിന്നെ ഷീ ഭയങ്കര അഭിനയമാണ്. നിനക്കെന്തെങ്കിലും പറ്റിയോ? അമ്മ ഇപ്പോൾ സേഫാണോ എന്നൊക്കെ അവൻ അവരുടെ കാര്യത്തിൽ വളരെ ടെൻഷനുള്ളതുപോലെ ചോദിക്കുന്നു. ഞാൻ മാർക്കിസിനേക്കാൾ ഒരുപാട് മോശമാണോ? അതുകൊണ്ടാണോ ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഞാൻ കാരണമാണോ അച്ഛൻ മരിച്ചത് എന്നൊക്കെ സുയാൻ സിംഗ് ഈ സമയം അവനോട് ചോദിക്കുന്നുണ്ട്. ഷീ പക്ഷേ എപ്പോഴും അവനെ എരിയേറ്റുന്നതിന് വേണ്ടിയിട്ട് അവനെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ. അവൻ മാർക്കിസിനേക്കാൾ ഒരുപാട് മിടുക്കനാണ്, അവൻ്റെ മുന്നിൽ മാർക്കിസ് ഒന്നുമല്ല എന്നൊക്കെയാണ് ഇവൻ എപ്പോഴും പറഞ്ഞ് ഇവനെ വിശ്വസിപ്പിക്കാറുള്ളത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ അവൻ പറയുന്നു. നമ്മുടെ ലക്ഷ്യം നമ്മൾ മറക്കരുത്, ഇപ്പോഴും നമുക്ക് ചാൻസ് ബാക്കിയുണ്ട് എന്ന് അവൻ പറഞ്ഞപ്പോൾ സുയാൻ സിംഗ് പക്ഷേ എതിർക്കുന്നു. എന്ത് ലക്ഷ്യത്തെക്കുറിച്ചാണ് ചേട്ടൻ ഈ പറയുന്നത്? മുമ്പത്തെ രാജാവ് കാരണം അച്ഛൻ ഇങ്ങനെ ഒരു മണ്ടത്തരം അച്ഛൻ്റെ തലയിൽ കയറ്റി. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ആര് രാജാവായാൽ എനിക്കെന്താണെന്ന് അവൻ ചോദിക്കുന്നു. ഷീ അവൻ്റെ കർണത്തിട്ടൊരെണ്ണം കൊടുത്തിട്ട്, നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനം നീ മറന്നുപോയോ? ഷിയെ സിംഗ് ഇങ്ങനെ 1-2 തവണ ജയിച്ചു എന്ന് കരുതി നീ നിൻ്റെ ലക്ഷ്യം മറക്കുകയാണോ? എനിക്ക് ഇച്ചിരി ആരോഗ്യം കുറവുണ്ടെങ്കിലും എൻ്റെ ശരീരത്തിൽ അവസാന ശ്വാസം ഉള്ളിടത്തോളം കാലം ഞാൻ അവർക്കെതിരായി ഫൈറ്റ് ചെയ്യും. എന്നിട്ട് നിന്നെപ്പോലെ ശക്തനായ ഒരാൾ ഇത്ര പെട്ടെന്ന് തോൽവി സമ്മതിക്കുന്നത് ശരിയാണോ? നമുക്ക് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വിധിയാണെന്ന് ഞാൻ കരുതും. പക്ഷേ ഇങ്ങനെ നീ തോറ്റു പിന്മാറിയാൽ മരിച്ചു ചെല്ലുമ്പോൾ നമ്മുടെ അച്ഛൻ്റെ ആത്മാവിനെ നീ എങ്ങനെ ഫേസ് ചെയ്യും? നമ്മുടെ അച്ഛനെ കൊന്നത് ആരാണെന്ന് നിനക്കറിയാമോ? ഷാങ്യുവാണ് അത് ചെയ്തത് എന്നൊക്കെ ഷീ അവനെ വാശി പിടിപ്പിക്കുന്നതിന് വേണ്ടി പറയുന്നു. അത് ശരിക്കും ലക്ഷ്യം കാണുന്നുണ്ട്. പ്രതികാരമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ആകെ തണുത്തുറഞ്ഞിരുന്ന സുയാൻ സിംഗ് വാശിയോട് ചാടി എഴുന്നേറ്റിട്ട് മുന്നിലുണ്ടായിരുന്ന ടീപ്പൊക്കെ വാളുകൊണ്ട് 2 കഷ്ണമാക്കുന്നു. എനിക്ക് പ്രതികാരം ചെയ്യണം, ഷാങ്യുവിനെ എനിക്ക് കൊല്ലണം, ഇപ്പോൾ തന്നെ ഞാൻ അതിന് പുറപ്പെട്ടു പോവുകയാണ് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. നീ ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കൂ, ഞാൻ അമ്മയും കൊണ്ട് നിന്റെ പിന്നാലെ തന്നെ വന്നോളാം. ഇവരോട് പ്രതികാരം ചെയ്ത് നമ്മുടെ അച്ഛനെ നമുക്ക് ശാന്തി നേടിക്കൊടുക്കണം എന്നൊക്കെ ഷീ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു. കൊലയ്ക്ക് കൊടുക്കാൻ പോവുകയാണ് എന്ന് സുയാൻ സിംഗ് അറിയുന്നില്ല. അവൻ ഇതൊക്കെ വിശ്വസിച്ച് പ്രതികാരം ചെയ്യാനായി പുറപ്പെടുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.